നമസ്തേ. ഞാൻ ഇവിടെ ഒരു പ്രോഗ്രാം ബൈനറി സെർച്ചിന്റെ പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഇത് 10th ICSE ജാവ ആ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പേപ്പറിന് ഉള്ള ഒരു ക്വസ്റ്റ്യൻ. ബൈനറി സെർച്ച്. ഈ സെർച്ചിൽ നമ്മൾ ആദ്യം നോക്കുന്ന ലീനിയർ സെർച്ച്. ലീനിയർ സെർച്ചിൽ ഉള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ അതിൽ എല്ലാ സെല്ലിലും സെർച്ച് ചെയ്താ പോകുന്നത്. അങ്ങനെ എല്ലാ സെല്ലിലും സെർച്ച് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ അതൊരു ടൈം കൺസ്യൂമിങ് അല്ല. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ഞാൻ ആ ബൈനറി സെർച്ച് പറയുന്നത്. അതുകൊണ്ടാണ് ബൈനറി സെർച്ച് ഈസ് ആൻ എഫിഷ്യന്റ് അൽഗോരിതം ഫോർ ഫൈൻഡിങ് ആൻ ഐറ്റം ഫ്രം എ സോർട്ടഡ് ലിസ്റ്റ് ഓഫ് ഐറ്റംസ്. ആ എഫിഷ്യൻസി പറയുന്നത് കമ്പയറിംഗ് വിത്ത് ലീനിയർ സെർച്ച് ദിസ് ബൈനറി സെർച്ച് ഇസ് എഫിഷ്യന്റ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, അത് സോർട്ടഡ് ആയിരിക്കണം. അത് അസെൻഡിങ്ങിലോ ഡിസെൻഡിങ്ങിലോ. ഇപ്പോൾ ഇവിടെ അസെൻഡിങ്ങിലാ പോകും, ചിലപ്പോൾ അത് ഡിസെൻഡിങ്ങിലും ആകാം. അപ്പൊ നമ്മുടെ ആ ലോജിക്ക് ചെറിയ മാറ്റം വരുത്തേണ്ടി വരും. ഇറ്റ് വർക്ക്സ് ബൈ റിപ്പീറ്റഡ്ലി ഡിവൈഡിങ് ദി സെർച്ച് ഇന്റർവൽസ് ഇൻ ഹാഫ്. ഇതാണ് ഇതിന്റെ ഒരു ടെക്നിക്. ഓരോ പ്രാവശ്യവും സെർച്ച് ചെയ്യുമ്പം ഒരു ഹാഫ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. ഇപ്പൊ നമുക്ക് നല്ലൊരു ഉദാഹരണം പറയാം. ഇപ്പോ 100 എലമെന്റിലാണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടതെങ്കിൽ ആദ്യം നമ്മൾ അതിന്റെ പകുതി കണ്ടിട്ട് ആ പകുതിയിൽ വലുതാണോ ചെറുതാണോ നോക്കൂ. ആ പകുതിയിൽ വലുതാണെങ്കിൽ നമ്മൾ ആ ചെറിയ പകുതി വിടും, 50 വിടും. എന്നിട്ട് ആ വലിയ വലുതാണല്ലോ, മിഡിനെക്കാട്ടിലും വലുതാണല്ലോ അപ്പുറത്ത്, അതിലേ പിന്നെ സെർച്ച് ചെയ്യുള്ളൂ. എന്നുവെച്ചാൽ ഇത് വലിയ നമ്പർ ആയതുകൊണ്ട്. അടുത്ത സെർച്ചിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ നെക്സ്റ്റ് 50ന്റെ പകുതി എടുക്കും. അടുത്ത സെർച്ചിൽ നമ്മൾ 25ന്റെ പകുതി എടുക്കും. പിന്നെ നമ്മൾ എടുക്കുന്ന 12ന്റെ പകുതി. അങ്ങനെ ഒരു 3-4 പകുതിയാക്കല് ഈ ഹാഫില് നമ്മൾ ആ എലമെന്റ് കണ്ടിരിക്കും മാക്സിമം. അപ്പോ ലീനിയർ സെർച്ചില് 98-ലോ 99-ലോ ഒക്കെ ആണെങ്കിൽ അവിടം വരെ അത് പോകണം, സെർച്ച് ചെയ്യണം, എങ്കിൽ ആ എലമെന്റ് കിട്ടുള്ളൂ. ആ മൊത്തം സെർച്ച് ചെയ്തിട്ടാണ് അത് പറയുന്നത് എലമെന്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഇടയ്ക്ക് എവിടെങ്കിലും വെച്ച് തുടക്കത്തിലോ പിന്നീട് എവിടെങ്കിലും വെച്ച് കിട്ടുന്നുണ്ടെങ്കിൽ സെർച്ച് നിർത്തും. അപ്പൊ ആദ്യം കിട്ടിക്കഴിഞ്ഞാൽ അത് എളുപ്പമാണ്, വളരെ ഫാസ്റ്റ് ആയിട്ട് സോർട്ട് ചെയ്യും. ഇടയ്ക്ക് എവിടെങ്കിലും വെച്ച് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് എക്സിറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ പ്രോഗ്രാം ഇട്ടത്. അപ്പോ ഇത് നമ്മൾ ഇവിടെ കണ്ട 2 വാക്ക് ഇത് എഫിഷ്യന്റ് ആണ്. ആ ലീനിയർ സെർച്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 4, 5, 6 ഒക്കെ ചിലപ്പോൾ നമ്മൾ എത്ര വലിയ കമ്പാരിസൺ വേണ്ട സാധനം പോലും നമ്മളൊരു 4, 5 കമ്പാരിസണിൽ എത്തിക്കും, ഇത് ഫൈൻഡ് ചെയ്യും. മറ്റേതാകുമ്പം 100 എലമെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 98, 99 വേഴ്സ്റ്റ് കേസ്. ഏറ്റവും എളുപ്പമുള്ളതാണെങ്കിൽ ആദ്യത്തെ 1-2 കിട്ടും, അല്ലെങ്കിൽ പകുതിയിൽ കിട്ടും. ഏറ്റവും വേഴ്സ്റ്റ് കേസിൽ അത് 98, 99 വരെ പോയെങ്കിലേ കിട്ടുള്ളൂ ആ എലമെന്റ്. അപ്പൊ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ ഓരോ പകുതിക്കും വിടുക. സോർട്ടഡ് ആണെങ്കിൽ പിന്നെ വലുതിൽ നോക്കിയാൽ മതിയല്ലോ, അല്ലെങ്കിൽ ചെറുതിൽ നോക്കിയാൽ മതി. ആ മിഡ് എടുക്കുമ്പോൾ ആ മിഡിനേക്കാൾ ചെറുതാണ് നമ്മുടെ എലമെന്റ് എങ്കിൽ പിന്നെ ആ വലുതെല്ലാം വിട്ടിട്ട് ചെറിയ പകുതി നോക്കിയാൽ മതി. പിന്നെയും നമ്മൾ പകുതി എടുക്കുമ്പോൾ വലുതാണെങ്കിൽ ആ വലിയ പകുതിയിൽ നോക്കിയാൽ. അങ്ങനെ ഓരോ സ്റ്റെപ്പിലും അത് പകുതി കണ്ട് കുറയുക ചെയ്യും. അങ്ങനെ വലിയൊരു എലിമിനേഷൻ വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. അതാണ് ബൈനറി സെർച്ചിന്റെ എഫിഷ്യൻസി. അങ്ങനെ എഫിഷ്യൻസി കൂട്ടുമ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ ഇച്ചിരി കോംപ്ലക്സിറ്റി കൂടും. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. ഇവിടെ ഡെസിമൽ നമ്പേഴ്സ് ആണ്. 5.6, 11.5, 20.8. അപ്പോൾ നമ്മൾ ബൈനറി സെർച്ചിൽ അത് എഫിഷ്യന്റ് അൽഗോരിതം ആണ്. കമ്പയറിംഗ് ലീനിയർ സെർച്ച്
പിന്നെ അത് ഒരു കണ്ടീഷൻ ഉണ്ട്, സോർട്ടഡ് ലിസ്റ്റ് ആയിരിക്കണം. അത് ചെയ്യുന്നത് ഓരോ പ്രാവശ്യവും പകുതിയാക്കി നോക്കുക ചെയ്യുന്നത്. ആ മെത്തേഡിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. സോർട്ടഡ് ആണെങ്കിൽ ഈ പരിപാടി നടക്കുള്ളൂ, അല്ലെങ്കിൽ ആ കണ്ടുപിടുത്തം ശരിയാകുകയില്ല. അപ്പോ നമ്മള് ഇവിടെ ഇത് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ആയിരിക്കണം. ഇവിടെ നമുക്കൊരു പ്രോഗ്രാം വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് നമുക്കറിയാം, ഇത് അസെൻഡിങ് ഓർഡറിലാണ് പോകുന്നതെന്ന് അറിയാം അല്ലെ. ഇറ്റ്സ് ഓൾറെഡി സോർട്ടഡ് ഇൻ അസെൻഡിങ് ഓർഡർ, അത് പറഞ്ഞിട്ടുണ്ട്. അതാണ്, പക്ഷെ ദശാംശമുള്ള ഡെസിമൽ ഉള്ള നമ്പേഴ്സ് ആണ്. നമ്മളിവിടെ പ്രോഗ്രാമിൽ അത് ഡബിൾ ഡേറ്റ ടൈപ്പ് ആയിട്ടാണ് ആ എലമെന്റ്സിനെ, ആ ഡബിൾ ഡേറ്റ ടൈപ്പിന്റെ അറേ ആയിട്ടാണ് കണക്കാക്കുന്നത്. 5.6, 11.5, 20.8. ഇതില് നമുക്ക് ഈ പടം ഒന്ന് ആദ്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് പറയുന്ന പ്രോഗ്രാം മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇതൊരു സിംഗിൾ ഡയമെൻഷണൽ അറേ. നമ്മള് ഇവിടെ ഈ 0, 1, 2 എന്ന് പറയുന്നത് അതിന്റെ ലൊക്കേഷനാണ്. നമ്മൾ അരയില് ആ ഒന്നാമത്തെ ലൊക്കേഷൻ, രണ്ടാമത്തെ ലൊക്കേഷൻ, ഇവിടെ അരേസ് നമ്മൾ ഇവിടെ എടുക്കുന്നത് 0ത്തിലാണ്, 0ത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ 8 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞാൽ 9 എലമെന്റ്സ് ഉണ്ട്. കാര്യം 0യും കൂടെ എടുക്കുന്നോണ്ടാണ്. അപ്പൊ ആ അരയുടെ 0th ലൊക്കേഷന്റെ 5.6, ഫസ്റ്റ് ലൊക്കേഷൻ 11.5. ഇവിടെ പലപ്പോഴും നമുക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട്, ലൊക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് 78.9 എവിടെയാന്ന് വെച്ചാൽ നമ്മൾ പറയും 7ാമത്തെ ലൊക്കേഷന്റെ, പക്ഷെ ഇൻഡെക്സ് 6. എപ്പോഴും ഒരു -1 അങ്ങനെ ഒരു സംഭവം ഉണ്ട്. നമ്മൾ എണ്ണുമ്പോൾ 1, 2, 3, 4 നിന്ന് ഇൻഡെക്സ് പറയുമ്പോൾ 0 എന്നാണ് പറയുന്നത്. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. അപ്പോ 8th ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് 7 ആയിരിക്കും. ഇൻഡെക്സ് 8 ആണെങ്കിൽ അത് 9th ലൊക്കേഷൻ ആയിരിക്കും. ആ വ്യത്യാസം വന്നത് ഒന്ന് 0യിൽ തുടങ്ങുന്നതും നമ്മൾ 1, 2, 3, 4 എണ്ണുന്നുണ്ട്. അപ്പോ ഇവിടെ നമുക്ക് 66.66, 66.6, നമുക്ക് അത് കണ്ടുപിടിക്കണം. ഈ അരയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാം. നമ്മൾ നോക്കുമ്പോൾ അറിയാം ഇതുണ്ട്. ഇവിടെ അര ഇൻഡെക്സ് 5, നമ്മൾ എണ്ണുകയാണെങ്കിൽ 6ാമത്തെ ലൊക്കേഷൻ ഒരു +1 -1 ഡിഫറൻസ് ഉണ്ടാവും. അപ്പോ നമ്മൾ ലീനിയർ സെർച്ചിലാണെങ്കിൽ ആദ്യം 0th ലൊക്കേഷനിലുണ്ട്, ഫസ്റ്റ് ലൊക്കേഷനിലുണ്ട്, സെക്കൻഡ് ലൊക്കേഷനിലുണ്ട്, തേർഡ് ലൊക്കേഷനിലുണ്ട്, അങ്ങനെയാണ് നോക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ആ വേരിയബിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ലോയർ, ഹയർ, മിഡ്, ടാർഗറ്റ്. ഇവിടെ നമ്മൾ ആസ് ഇറ്റ് ഈസ് ഈ അറേ എടുക്കുകയാണെങ്കിൽ ലോ എന്ന് പറയുന്നത് 0യും ഹൈ എന്ന് പറയുന്ന 8ഉം, അതായത് നമ്മളുടെ അറേ തുടങ്ങുന്ന 0യിലും അവസാനിക്കുന്ന 8ലും. അപ്പോ ലോ 0യും കൊടുത്തു, ഹൈ 8ഉം കൊടുത്തു. അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 0യും 8ഉം കൂടെ കൂട്ടി അതിനെ 2 കൊണ്ടായിരിക്കും അതിന്റെ പകുതി. എപ്പോഴും അങ്ങനെയാണല്ലോ അല്ലെ. ആദ്യം അവസാനം കൂടെ കൂട്ടി അതിനെ 2 കൊണ്ടായിരിക്കുമ്പോൾ നമുക്ക് മിഡ് കിട്ടും. അതാണ് 4. അപ്പോ ഇവിടെ ലോ 0 ആണ്, ഹൈ 8 ആണ്, മിഡ് 4 ആണ്. ഇവിടെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് 66.6. ആ 66.6 എവിടെയുണ്ടെന്ന് നമ്മൾ നോക്കാൻ പോവുക. ഇതില് നമ്മൾ ഈ ഒരു ഇറ്ററേഷൻ, ആദ്യത്തെ ഇറ്ററേഷൻ നമുക്ക് നോക്കാം. ഇത് നമ്മൾ ഈ 66.6 ശരിക്കും ലീനിയർ സെർച്ച് നോക്കണമെങ്കിൽ 6ാമത്തെ കമ്പാരിസണിലെ നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ 5ാമത്തെ ലൊക്കേഷൻ 66.6 ഉണ്ടെന്ന്. അതായത് 0യിലുണ്ടോ നോക്കി അല്ല, 1ലുണ്ടോ നോക്കി അല്ല, 2ലുണ്ടോ നോക്കി, അങ്ങനെ 6ാമത്തെ ലൊക്കേഷനിലെ നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ 66.6 ഇതിനകത്ത് ഉണ്ടെന്ന്. അതാണ് ലീനിയർ സെർച്ചിന്റെ പ്രത്യേകത. ഇവിടെ നമ്മൾ അതിന്റെ എണ്ണം കുറയ്ക്കുക ചെയ്യുന്നത്. സൈസ് വലുതാകും തോറും നമുക്ക് കമ്പാരിസൺ കുറവ് മതി. അതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ ലോയെ കുറിച്ച് പറഞ്ഞു അത് 0 ആണ്, ഹൈയെ കുറിച്ച് പറഞ്ഞു 8 ആണെന്ന് പറഞ്ഞു. അതിനെ അപ്പൊ 8, 0, 8ഉം കൂടെ കൂട്ടുമ്പോൾ 8, 8നെ 2 കൊണ്ടായിരിക്കുമ്പോൾ 4. അതിന്റെ ഫ്ലോർ മിഡ്, നമ്മൾ അതിന്റെ ഒരു ഇന്റിജർ പാർട്ട് എടുത്തു.
അത് ഓർത്താൽ മതി. ഇവിടെ 4.0 ആയതുകൊണ്ട് അത് 4 തന്നെ. ഫ്ലോർ എന്ന് പറയുന്നത് ആ ഡെസിമൽ പാർട്ട് കളഞ്ഞുള്ള ആ ഇന്റിജർ പാർട്ടിനെയാണ് ഫ്ലോറിൽ നമ്മൾ എടുക്കുന്നത്. അതാണ് നമ്മൾ ഫ്ലോറിൽ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇൻഡെക്സ് ആണ് ലോയും ഹൈയും എടുത്തത്, വാല്യൂ അല്ല. ഇൻഡെക്സ് ആ ലൊക്കേഷൻ ആ 0 വാല്യൂ ഒന്നും നമ്മൾ എടുത്തിട്ട് അങ്ങനെയൊന്നും കാണാൻ പറ്റും. ഇൻഡെക്സ് ലൊക്കേഷൻ എടുത്തു. അപ്പൊ നമുക്ക് 4 കിട്ടി. അത് ഈ ഈ ഈ പേജിന്റെ ഫസ്റ്റ് ലൈനിൽ മിഡ് ഈസ് ഈക്വൽ ഫ്ലോർ 0 + 8 ÷ 2 4. നമ്മൾ ഇവിടെ ആ അരേ മിഡ് നമുക്ക് കിട്ടി. നമ്മൾ നോക്കുമ്പോൾ ആ 52.4 ആണ് നമുക്കിവിടെ കാണാൻ പറ്റും. 52.4 ആണ് ആ 4ാമത്തെ ലൊക്കേഷനിലുള്ളത്. ഇവിടെ വെച്ച് നമ്മളൊരു തീരുമാനം എടുക്കും. 52.4-നേക്കാട്ടിൽ വലുതാണ് 66. അപ്പോ ഇതിന് ഇടതുവശത്തുള്ളതൊക്കെ, അതായത് ഈ 52.4 ഫോർത്ത് ലൊക്കേഷൻ, ആ ഇൻഡെക്സ് വാല്യൂ 4 ഉള്ളതിന്റെ ഇടതുവശത്ത് നോക്കുക വേണ്ട, അല്ലെങ്കിൽ ആ ഇൻഡെക്സ് വാല്യൂ 4 താഴെയുള്ളത് നോക്കുക വേണ്ട. നമ്മൾ ആ പകുതിയെ ഉപേക്ഷിച്ചു. അതായത് ഒരൊറ്റ കമ്പാരിസൺ ശ്രമിക്കുമ്പോൾ തന്നെ നമ്മൾ പകുതി കണ്ട് കുറച്ചു അവിടെ. അതാണ് നമ്മൾ ചെയ്തത് അവിടെ. എന്നിട്ട് അപ്പൊ നമുക്ക് മനസ്സിലായി 52.4 കുറവാണ്. 66.6 ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ വലിയ ഭാഗങ്ങളിലേക്ക് ഉള്ളതിലേ കാണുള്ളൂ, ചെറിയ ഭാഗങ്ങളിൽ കാണില്ല. എന്താ കാര്യം? ഇത് സോർട്ടഡ് ആണ്. 52.4-നേക്കാൾ വലുതാണ് 66.6. അപ്പൊ അതിന്റെ ചെറിയ ഭാഗങ്ങളിൽ നോക്കണ്ട, ചെറിയ വാല്യൂ ഉള്ള സ്ഥലങ്ങളിൽ നോക്കണ്ട. അപ്പൊ അതങ്ങ് വിട്ടേര്. ഇനിയും അതിനേക്കാൾ വലിയ നമ്പറിൽ നോക്കിയാൽ മതി. അപ്പോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ അപ്പൊ ആ 52.4 വരെയുള്ളത് നമ്മൾ കളഞ്ഞിട്ട് ഇനി അടുത്ത് എടുക്കും. അപ്പൊ ഒരു +1 മിഡിന്റെ ഒരു +1 എടുക്കും. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, 4ാമത്തേതായിരുന്നു പഴയ മിഡെങ്കിൽ അതിന്റെ അടുത്ത ഒന്ന് കൂട്ടിയതാണ് പുതിയ സ്റ്റാർട്ട്, അല്ലെങ്കിൽ പുതിയ ലോ. അതാ പുതിയ ലോ അതാണ്. ആ പുതിയ ലോ എന്ന് പറയുന്നത് 5 ആണ്, മറ്റത് 9 അല്ല 8. 5 8. ആ 8 5 13-നെ 2 കൊണ്ട് ഹരിക്കും. നമുക്ക് പകുതി കൊണ്ട് കളയുക ചെയ്യുന്നത്. അപ്പോ അതിന്റെ ആ ഡെസിമൽ പാർട്ട് കളഞ്ഞ് 6 എടുക്കും അല്ലെ. അതായത് പഴയ മിഡ് 4 ആണ്, 0 8 കൂടെ കൂട്ടി 2 കൊണ്ട് ഹരിച്ചപ്പോ 4 കിട്ടി. 4 വരെയുള്ളത് നമ്മൾ വിട്ട് കളഞ്ഞ്, എന്താന്ന് വെച്ചാൽ ഇനി അഥവാ കണ്ടാലും നമുക്ക് 4 കഴിഞ്ഞുള്ളതിൽ കാണുള്ളൂ, 4 വരെയുള്ളതിൽ കാണില്ല എന്ന് നമുക്ക് മനസ്സിലായി. എന്നുവെച്ചാൽ അതൊക്കെ ചെറിയ നമ്പറാണ്, അവിടെ ഒന്നും വരില്ല. ഇത് അസെൻഡിങ് ഓർഡർ ആയതുകൊണ്ട് അത് കളഞ്ഞു. അടുത്ത നമ്പർ കൊടുത്തു. അത് 5ാമത്തെ ലൊക്കേഷനാ. 5ഉം അവസാനത്തെ 8ഉം ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും കാണും. അപ്പൊ 8 5 13, അതിന് 2 കൊണ്ട് ഹരിക്കുമ്പോ നമുക്ക് കിട്ടുന്നത് 6 ആണ് അല്ലെ. 8 5 13 6. അതിന്റെ ഡെസിമൽ പാർട്ട് കളഞ്ഞു. അപ്പൊ 6 ആണ് പുതിയ മിഡ്. ഇവിടെ നമ്മൾ 6ാമത്തെ ലൊക്കേഷനിൽ കണ്ട നമ്പർ എത്രയാ? 78.9. 78.9. അപ്പൊ അതല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിനേക്കാൾ വലുതല്ല, അതിനേക്കാൾ ചെറുതാ. നമ്മൾ അത് വിട്ടു അല്ലെ. അപ്പൊ അതിനേക്കാൾ ചെറുതായപ്പോ നമ്മള് ഈ ചെറുതാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ടുള്ള നോക്കിയാൽ മതിയല്ലോ. നമ്മള് പുതിയ ലിമിറ്റ്, ലോ ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് കുറയ്ക്കും. അതായത് 6-ലാണ് 78.9. നമ്മൾ 6-ലാണ് ലൊക്കേറ്റ് ചെയ്തത്, അതല്ല. 78.9-നേക്കാട്ടിലും ചെറുതാണ്. അപ്പോ നമ്മളുടെ പുതിയ ലോയും ഹൈയും ഒരൊറ്റ ലൊക്കേഷനിൽ വന്നു അല്ലെ. അതായത് ഒന്ന് കുറച്ച്, 6-ൽ നിന്ന് കുറച്ച് 5 ആയി. നമ്മുടെ ലോയും ഹൈയും ഒറ്റ ലൊക്കേഷനിൽ വന്നു. നമുക്കറിയാം ആ ലൊക്കേഷനിലുള്ള
വാല്യൂ ആണ്, അത് രണ്ടും ഒരു വാല്യൂ ആണെന്ന് നമുക്ക് മനസ്സിലായി. സപ്പോസ് അത് നമ്മൾ അങ്ങനെ ചെയ്യുമ്പം നമ്മുടെ വാല്യൂ അല്ലാതെ എങ്കിൽ നമ്മൾ പറയും നോട്ട് ഫൗണ്ട് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇവിടെ ആ ഇറ്ററേഷൻ 3 എത്തുമ്പോൾ ആ 2ന്റെ 5 ആ 5ന്റെ ലൊക്കേഷനിലുള്ളത് 5 ആകുമ്പോൾ അതിന്റെ മിഡ് 5 തന്നെയാ. അവിടെ തന്നെ 66.6 ഉണ്ട്. ടാർഗറ്റ് ഫൗണ്ട്. ഇതാണ് അൽഗോരിതം. ഇവിടെ നമുക്ക് മറ്റു പല വാല്യൂസും എങ്ങനെ എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് 52 പോയിന്റ്, നമുക്ക് 52 പോയിന്റ് നടുക്കിൽ കിട്ടുമല്ലോ. 43.1 ആണെന്ന് വിചാരിക്കും നമുക്ക് കാണേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം 0 8 കൂടെ കൂട്ടി 4 മിഡ് വന്നു. 4നേക്കാൾ ചെറുതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട നമ്പർ. അതിന്റെ മിഡിനെക്കാട്ടിൽ ചെറുതാണ്. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ആ വലിയ ഭാഗങ്ങൾ വിട്ടുകളയും. വെച്ചാൽ നമുക്ക് അതിനൊക്കെ ചെറുതാ നോക്കണ്ട, അതുകൊണ്ട് വലുത് വിട്ട് ആ 0 4 കൂടെ കൂട്ടി അതിന് 2 കൊണ്ട് ഇരിക്കുമ്പോൾ 2 വരും. ഇത് നമ്മൾ ഈ ഇപ്പുറത്തേക്കാ നോക്കണ്ട കൊണ്ട് 4നെ ഒന്ന് കുറച്ച് 3-ലാക്കും. അപ്പോ നമ്മൾ 0 മുതൽ 3 വരെയുള്ള ഭാഗമാണ് നോക്കുന്നത്. അതിന്റെ മിഡ് എന്ന് പറയുന്നത് 20.8 ആണ്. അതില് നമ്മൾ എന്ത് ചെയ്യും? ആ 3 2 കൂടെ എന്താ ഒന്ന് കുറച്ചു. നമ്മൾ 43.1 നോക്കുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യും? 1 വരും ആ മിഡായിട്ട്, അല്ലെ? 1 മിഡായിട്ട് വരും. 1 മിഡായിട്ട് വരുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, അതിനേക്കാൾ കൂടിയതാണത് നമ്പർ. അപ്പൊ നമ്മൾ ഒന്നിങ്ങോട്ടേക്ക് മാറ്റി, അല്ലെ? അപ്പൊ 2 3 1, അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 2. പിന്നെ അടുത്ത 3-ൽ നമ്മളത് ലൊക്കേറ്റ് ചെയ്യും. ഇതാണ് ഈ ഒരു പ്രോസസ്സിലാണ് നമ്മൾ ഓരോന്നും അത് കണ്ടുപിടിക്കുന്നത്. അതായത് പിന്നെ ഒരു ഘട്ടത്തിൽ ആ 3 3 1 മാറും. 2നേക്കാൾ കൂടുതലാണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും 43.1 3-ലാണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ആ ഇറ്ററേഷൻ നമ്മൾ പറഞ്ഞു. ഇതിനകത്ത് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അതിന്റെ ഇറ്ററേഷൻ ഇവർ 52.4 ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. അത് മിഡ് ആണ്. നമ്മുടെ ടാർഗറ്റ് 30 ആണെന്ന് വിചാരിക്കും. അങ്ങനെ ഒരു എക്സാമ്പിളിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം ഈ ലിസ്റ്റിൽ 30 ഇല്ല. ഈ 30 ഇല്ലാന്ന് ഇതെങ്ങനെ പറയും? 30.0 എങ്ങനെ ഇല്ലാന്ന് പറയും എന്ന് നമുക്ക് നോക്കാം. അതിവിടെയാണ് സംഭവം. ടാർഗറ്റ് 30.0 ആണ്. പഴയ പോലെ ലോ 0-ഉം ഹൈ 8-ഉം ആണ്. നമുക്കറിയാം അതിന്റെ മിഡ് എടുക്കുമ്പോൾ 52.4 ആണ്. 30 52.4-നേക്കാൾ ചെറുതാ. അതുകൊണ്ട് ആ വലിയ ഭാഗങ്ങൾ വിടുക, ആ ചെറുതിലേ കാണത്തുള്ളൂ. അവിടുന്ന് ഒന്ന് കുറയ്ക്കുക. ചെറുതിലേ കാണത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നിൽക്കുന്ന വലുതിലാണല്ലോ. അപ്പൊ ഒന്ന് ധൈര്യമായിട്ട് കുറയ്ക്കാം. അപ്പോ നമുക്ക് പഴയ പോലെ 0-യും നമ്മൾ 4 വന്നത് 3 ആയി. 0-യ്ക്കും 3-നും ഇടയ്ക്ക് നമ്മൾ നോക്കും. 0-യും 3-ഉം കൂടെ കൂട്ടി 2 കൊണ്ട് ഇരിക്കുമ്പോൾ 1 കിട്ടുന്നത്. പക്ഷെ അതിന്റെ ഫ്ലോർ കണ്ടിട്ട് അതിന്റെ ഡെസിമൽ കളഞ്ഞത്. ആ ഒന്നാമത്തെ ലൊക്കേഷനിലുള്ളത് 11.5, അത് 30.0-യിലാണ് ഉള്ളത്. അപ്പോ ആ 30.0-യെക്കാട്ടിൽ ചെറുതാ. അപ്പൊ മിഡും ലോയും രണ്ടും, ലോ 2 ഹൈ 3. പിന്നെ അടുത്ത കേസിൽ ആ 2ഉം 3-ഉം കൂടെ കൂട്ടി ലോയും ഹൈയും കൂടെ എടുക്കുമ്പോഴത്തേക്ക് 2 വന്നു. ആ 2-ല് ചെക്ക് ചെയ്യുമ്പോൾ അതല്ല. പിന്നെ അടുത്ത കേസിൽ ലോയും ഹൈയും 3 തന്നെ വന്നു. അപ്പൊ നമുക്കറിയാം മൂന്നാമത്തെ ലൊക്കേഷനിൽ ഈ വാല്യൂ അല്ല. അതോടെ നമ്മൾ പറയും
എന്താ 30 not found. Now low 3 is greater than high 2. ആ ഒരു കണ്ടീഷനിൽ this is our termination condition for when the element is not found, the search interval has become invalid. അത് ക്രോസ്ഡ് ഓവർ ആവും. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഇത് പറയും ഐറ്റം നോട്ട് ഫൗണ്ട് എന്ന് പറയും, അല്ലെ? Low 3 is greater than high 2. This is our termination condition for when the element is not found, the search interval has become invalid. Crossed over. അത് ക്രോസ്ഡ് ഓവർ ആയി പോകും. അങ്ങനെയുള്ള കേസിൽ മീനിങ് ദ ടാർഗറ്റ് ഈസ് നോട്ട് ഇൻ ദ ലിസ്റ്റ്. അവിടെ നമ്മൾ തീരുമാനിക്കും ആ ടാർഗറ്റിൽ നമ്മുടെ വാല്യൂ ഇല്ല. ഇവിടെ നമ്മൾ പറയാണ് ബൈനറി സെർച്ച് അത് ഇൻക്രെഡിബിളി എഫിഷ്യന്റ് ആണ്. ഇൻ ഈച്ച് സ്റ്റെപ്പ് ഇറ്റ് ഹാസ് ദ സെർച്ച് സ്പേസ്. ഓരോ പ്രാവശ്യവും അത് പകുതി കണ്ട് കുറയ്ക്കുന്നുണ്ട്. ഇതില് ആ ടൈം കോംപ്ലക്സിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ബിഗ് ഓഫ് ലോഗ് എൻ വെച്ചിട്ടാണ്. ആ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ ദ ലിസ്റ്റ് ആണ്. 9 എലിമെന്റ്സ് ഉണ്ട്. ലോഗ് ബേസ് 2 9 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 3.17 ആണ്. അപ്പൊ വേസ്റ്റ് കേസിൽ പോലും ഇത് 4 കമ്പാരിസൺ എടുക്കുള്ളൂ. അതാണ് അവിടെ കമ്പയർ ചെയ്യുന്നത്. അപ്പോ കമ്പയർ ദിസ് ടു എ ലീനിയർ സെർച്ച് വിച്ച് കുഡ് ടേക്ക് അപ് ടു 9 കമ്പാരിസൺസ്. അപ്പോ ഇതിനകത്തൊരു കാര്യം കൂടെ ഉണ്ട്. ഇതിന്റെ ലിസ്റ്റ് വളരെ വലുതാകുകയാണെങ്കിൽ 20 comparisons with binary search versus a million with a linear search. Searching a list of million elements would take at most about 20 comparisons. അതായത് ദശലക്ഷം കണക്കിന് എലമെന്റ്സ് ഉള്ളതിൽ പോലും 20ാമത്തെ കമ്പാരിസണിൽ ഇത് കണ്ടുപിടിക്കും എന്നാ പറയും. അതേസമയം 10 ലക്ഷം കമ്പാരിസൺ വേണ്ടിവരും ലീനിയർ സെർച്ചിൽ. അവിടെ 20 മതി. ഇവിടെ ഒരു ഡ്രാമാറ്റിക് നാടകീയമായ വ്യത്യാസം, വലിയൊരു വ്യത്യാസം നമ്മൾ. അപ്പോ സമ്മറി ഓഫ് സ്റ്റെപ്സ്, ഇത് നമ്മൾ ആ പ്രോഗ്രാം പറയുമ്പോൾ കൂടുതൽ ക്ലിയർ ആകും. ലോ ടു ദ ഫസ്റ്റ് ഇൻഡെക്സ് ആൻഡ് ഹൈ ടു ദ ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് ദി ആരേ. നമുക്ക് ആ പ്രോഗ്രാമിലേക്ക് പോകാം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇതൊരല്പം കൂടെ ക്ലിയർ ആവും. നമുക്ക് പ്രോഗ്രാം നോക്കാം. പ്രോഗ്രാം എടുക്കാം. ആ പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും, വ്യക്തത കിട്ടും. ഞാനൊരു ഓൺലൈൻ കമ്പൈലറെ എടുത്ത് ഇവിടെ ഓൾറെഡി ഒരു ബൈനറി സെർച്ചിന്റെ പ്രോഗ്രാം ഇട്ടിട്ടുണ്ട്. നമ്മൾ അത് ഇവിടുന്ന് കോപ്പി ചെയ്തു. ബൈനറി സെർച്ചിന്റെ പ്രോഗ്രാം എടുത്ത് കോപ്പി ചെയ്തു, ഓൺലൈൻ കമ്പൈലർ ഇട്ടു. കമ്പൈലറിൽ ഇട്ടു. നമുക്ക് ഇവിടെ ഇത് നോക്കാം. ബൈനറി സെർച്ച് ആ ലോയും ഹൈയും അവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അറേ ലെങ്ത് -1 ആണ് ഹൈ എന്ന് പറയുന്നത്. അറേ ലെങ്ത് 9 ആണെങ്കിൽ നമുക്കറിയാം ഇൻഡെക്സ് 8 ആയിരിക്കും, തുടങ്ങുന്ന 0 ആയതുകൊണ്ട്. അപ്പോ ഇത് ഒരു ഫങ്ഷൻ, ഒരു മെത്തേഡാണ് എഴുതിയിരിക്കുന്നത്. ആ ബൈനറി സെർച്ച് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് മെത്തേഡിന്റെ പേര്. അത് ഇൻഡിജർ ആണ് റിട്ടേൺ ചെയ്യുന്നത്. ആ -1 ആണോ അല്ലയോ ആ ലൊക്കേഷൻ ആണ് പാസ്. ആ -1 ആണെങ്കിൽ എലമെന്റ് നോട്ട് ഫൗണ്ട്, അല്ലെങ്കിൽ അത് ആ ലൊക്കേഷൻ പാസ്.
റിട്ടേൺ മിഡ് എന്ന് പറഞ്ഞ ലൊക്കേഷൻ പാസ് ചെയ്യുക ചെയ്യും. അപ്പോ കണ്ടില്ലെങ്കിൽ -1, കണ്ടാൽ മിഡ് പാസ് ചെയ്യും. അതാണ് റിട്ടേൺ. പാസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് രണ്ടെണ്ണം, ഒരു ഡബിൾ ഡേറ്റ ടൈപ്പ് ഉള്ള അരയും 2 ടാർഗറ്റും. അതും ആ ഡെസിമൽ വാല്യൂ ഉണ്ട്, അതുകൊണ്ട് ഡബിൾ എന്ന് എഴുതി. ആ ഡബിൾ എന്നുള്ള ഡേറ്റ ടൈപ്പാണ്. ആ ഡബിൾ ഡേറ്റ ടൈപ്പ് ഉള്ള അരയാണ് പാസ്. നമുക്ക് അരയെ പാസ് ചെയ്യുന്ന എന്താണെന്ന് നോക്കിയേക്കാം. അര എന്ന് പറയുന്നത് വാല്യൂസ് എന്നുള്ള അരയാണ്. അവിടെ ഏതാണ്ട് 9 എലമെന്റ്സ് 1, 2, 3, 4, 5, 6, 7, 8, 9 നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത എലമെന്റ്സ് തന്നെയാണ്. 9 എണ്ണം ഉണ്ട്. ആ ന്യൂ സ്കാനർ എന്ന് പറയുന്നത് നമുക്ക് ഇൻപുട്ടിന് വേണ്ടിയിട്ടാ. ഇവിടെ വാല്യൂസ് അരേസിൽ കൊടുത്തിട്ടുണ്ട്, നമ്മൾ സ്ക്രീനിൽ കൂടെ എൻട്രി ചെയ്യല്ല ചെയ്യുന്നത്. ഇത് നമ്മൾ സെർച്ച് ചെയ്യേണ്ട ഏതാണെന്ന് ചോദിക്കും. സെർച്ച് ചെയ്യേണ്ട ഏതാണെന്ന് ചോദിച്ചിട്ട് അത് പ്രിന്റ് ചെയ്യാൻ നമുക്ക് ആ പ്രോഗ്രാം അങ്ങ് റൺ ചെയ്തേക്കാം. നമ്മൾ ഇതിൽ 66.6 എവിടെയാണെന്ന് പറയണം. അത് 5ാമത്തെ ഇൻഡെക്സിലാന്ന് പറഞ്ഞു. അതായത് 0, 1, 2, 3, 4, 5 5ാമത്തെ ഇൻഡെക്സ്. നമുക്ക് അതുപോലെ തന്നെ ഇതിനകത്ത് വരാത്ത ഏതാന്ന് കൂടെ നോക്കാം. നമുക്ക് ഞാനിവിടെ 30.0 ആണ് കൊടുക്കുന്നത്. നമുക്കറിയാം 30.0 ഇതിനകത്ത് ഇല്ല. അത് പറയണം, നോട്ട് ഫൗണ്ട് എന്ന് പറയണം അല്ലെ. അത് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഔട്ട്പുട്ടിന്റെ കാര്യത്തിൽ നമുക്ക് സംശയം വരും. അപ്പോൾ ഇത് അരയില് ഈ അരയും ആ ടാർഗറ്റും പാസ് ചെയ്ത് കൊടുക്കുമ്പോൾ അരയും ടാർഗറ്റും പാസ് ചെയ്ത് കൊടുക്കും അല്ലെ. നോക്കിയേ, ആ ബൈനറി സെർച്ച് എന്ന് പറഞ്ഞ ആ 32ാമത്തെ ലൈനാണ്. ബൈനറി സെർച്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ചു, വാല്യൂസ് എന്ന് പറഞ്ഞ അരയെ പാസ് ചെയ്ത് കൊടുത്തു, സെർച്ച് ടാർഗറ്റ് എന്ന് പറഞ്ഞ ആ ഡബിൾ ഡേറ്റ ടൈപ്പ് ഉള്ള വാല്യൂ അതും പാസ് ചെയ്ത് കൊടുത്തു. അപ്പൊ ബൈനറി സെർച്ചിലേക്ക് പോയി. ഈ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിനിൽ അതായത് 23 മുതൽ 32 വരെ ക്ലിയർ ആണെന്ന് എൻ്റെ വിശ്വാസം. അതായത് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിനിൽ പ്രോഗ്രാം തുടങ്ങി, വാല്യൂസ് എന്ന് പറഞ്ഞ അരേ, അതിൽ ഡബിൾ ഡേറ്റ ടൈപ്പാണ് ഉള്ളത്, 9 ഡബിൾ എലമെന്റ്സ് ഉണ്ട് അതിനകത്ത്. ഈ സ്കാനർ ന്യൂ സ്കാനർ സിസ്റ്റം ഇൻ എന്ന് പറയുന്നത് ഇൻപുട്ടിന് വേണ്ടിയിട്ടാണ്. നമ്മൾ 30ാമത്തെ ലൈനിൽ ആ സെർച്ച് ചെയ്യേണ്ട വാല്യൂ കിട്ടി, അത് യൂസർ എൻറ്റർ ചെയ്ത് കൊടുത്തു. നമ്മളിപ്പോൾ എൻറ്റർ ചെയ്തു അല്ലെ, 30ഉം നേരത്തെ 66.6 കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ വാല്യൂസ് എന്ന് പറഞ്ഞ അരേയും നമ്മൾ ഈ പ്രോഗ്രാമിൽ വാല്യൂസ് 24ാമത്തെ ലൈനിൽ നമ്മൾ പിന്നെ 30ഓ 66.6ഓ അത് സെർച്ച് ടാർഗറ്റ് ആണ്, സെർച്ച് ചെയ്യേണ്ട വാല്യൂ ആണ് അത് രണ്ടും കൂടെ പാസ് ചെയ്ത് കൊടുത്തു. നമ്മൾ അതിന് താഴോട്ട് പോയിട്ടില്ല. 32, 33 നമ്മൾ 32 വരെ വന്നിട്ടുള്ളൂ. 23 മുതൽ 32 വരെ. ഇനി നമ്മൾ ഈ ഫംഗ്ഷനിലേക്ക് വന്നു. ഫംഗ്ഷൻ അറിയാം, ബൈനറി സെർച്ച് ആണ്. ആ വാല്യൂസ് എന്ന് പറഞ്ഞ അരയാണ്, അത് ARRലെത്തി. ടാർഗറ്റ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ 66.6 കൊടുത്ത്. ഇനിയും ആ അരേ ഇൻഡെക്സ് നമ്മൾ ഓർക്കുക, അവിടെ 0 മുതൽ 8 വരെ ഇങ്ങനെയല്ലേ. അപ്പൊ അരേ ലെങ്ത് 1 കുറച്ചാണ്, അരേ ലെങ്ത് 9 ആണ്. നമ്മൾ എണ്ണുമ്പോൾ 1, 2, 3 എന്നാണ്. ഇൻഡെക്സ് പറയുമ്പോൾ 0, 1, 2, 3 ആ വ്യത്യാസമാണ് മൈനസ്. അപ്പൊ ലോയും ഹൈയും നമ്മൾ തീരുമാനിച്ചു. നമ്മൾ ആദ്യം എടുക്കുമ്പോൾ 0, 8 എടുക്കുമ്പോൾ ഇവിടെ നോക്കുക ഇൻഡിജറാണ്. അപ്പൊ നമുക്ക് ആ ഫ്ലോർ വാല്യൂ തന്നെ കിട്ടും, ഡെസിമൽ കഴിഞ്ഞുള്ള ഭാഗം നമുക്ക് കിട്ടും. അപ്പോ ലോ എന്ന് പറയുന്നത് 0 നമുക്കറിയാല്ലേ, ആദ്യം തുടക്കത്തിൽ 0 ആണല്ലോ. ആ അരേ ലെങ്ത് ഹൈ എന്ന് പറയുന്നത് 8 ആണ്. അപ്പോ ലോ ലെസ് ദാൻ ഹൈ ആണ്. അപ്പൊ അതിനകത്ത് കയറി ലോ ലെസ് ദാൻ ഹൈ ആണ്. അങ്ങനെ അല്ലാതെ വരുന്ന കേസിൽ ഒരു ക്രോസ് ഓവർ നടക്കും. അങ്ങനെ ക്രോസ് ഓവർ നടന്നു കഴിഞ്ഞാൽ എലമെന്റ് ഇല്ലാന്ന് തീരുമാനിക്കും. അത് നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാമിൽ കഴിഞ്ഞ എക്സ്പ്ലനേഷനിൽ കണ്ടതാണ്. ആ 3ഉം 2ഉം അത് നമ്മൾ അവസാനം എത്തുമ്പോൾ കിട്ടാതെ വരുമ്പോൾ ആ ലോ ഹൈ ആവും. ലോ ഈ ഹൈനെക്കാട്ടിലും അല്പം കൂടും. അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ അത് പുറത്തു പോകും ഫയലിന്റെ, അത് -1 റിട്ടേൺ ചെയ്യും.
അതാണ് ഇതിന്റെ ലോജിക്. അങ്ങനെയാണ് എലമെന്റ് ഇല്ല എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോ ഇവിടെ 0, 8 ആണ്. 0, 8 കൂടെ അപ്പോ 8 ന്ന് 0 കുറച്ചു. അല്ലെ, അപ്പൊ 8 ആ 0 കൂടെ കൂട്ടി 2 കൊണ്ട് ഹരിച്ചു, അത് 4 വന്നു. നാലാമത്തെ വാല്യൂ നമ്മളുടെ പ്രോഗ്രാമില് നാലാമത്തെ വാല്യൂ നമുക്കിത് നോക്കിക്കളെ. നാലാമത്തെ വാല്യൂ 52.4. നാലാമത്തെ വാല്യൂ 52.4. അപ്പോ അത് ഒക്കില്ല അല്ലെ. 66.6ഉം 52.4 അത് തമ്മിൽ ഒക്കത്തില്ലല്ലോ. അപ്പൊ അത് ഈഫിൽ പോകില്ല. ആ അരേ മിഡ് എന്ന് പറയുന്ന ടാർഗറ്റ് വാല്യൂ ചെറുതാണോ? ആ ടാർഗറ്റ് 66 അതിനേക്കാൾ ചെറുതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ മിഡ് മാറ്റിയിട്ട് അടുത്തത് എടുക്കും അല്ലെ. മിഡ് മാറ്റിയിട്ട് അടുത്തെടുക്കും. മിഡ് നേരത്തെ 4 ആവും. പക്ഷെ അത് വേണ്ട നമുക്ക്. അത് ചെറുതാ. നമ്മൾ നോക്കാൻ പോകുന്ന നമ്പറിനേക്കാളും ചെറുതാ. അപ്പൊ തൊട്ടടുത്ത നമ്പർ എടുക്കാമല്ലോ. അതെടുത്തു. അപ്പോ 4 എന്നുള്ളത് 5 ആയി. അതാണ് പുതിയ ലോ. പിന്നെയും വൈൽ ലൂപ്പിൽ വന്നു. ഇത്തവണ ആ 5ഉം 5ൽ നിന്ന് 8 കുറച്ചു അല്ലെ. 8 5 13. 5ൽ നിന്ന് 8 കുറച്ച് ലോയിൽ കൂട്ടി എന്ന് പറഞ്ഞാൽ 8നെ 2 കൊണ്ട് അതായത് 5, 8 5 13. 13നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 വരും അല്ലെ. 6ഉം ആറാമത്തെ എലമെന്റ് നമുക്ക് നോക്കാം. ആറാമത്തെ എലമെന്റ് 78.9 അല്ലെ. 78.9 ആണ്. അതും ഈ സമയത്ത് എന്താ സംഭവം? അരേ മിഡിനെക്കാട്ടിലും നമ്മൾ മിഡ് കണ്ടതിനെക്കാട്ടിലും ചെറുതാ അല്ലെ. നമ്മുടെ ടാർഗറ്റ് അതിനേക്കാൾ ചെറുതാ. അപ്പോ നമ്മൾ എൽസിൽ പോകും. ഇപ്പൊ നമുക്കുള്ളത് ഇപ്പൊ നമ്മൾ സംഭവിച്ച എന്താന്ന് വെച്ചാൽ രണ്ടും 5 ആയി. ലോയും ഹൈയും 5 ആയി. ലോയും ഹൈയും 5 ആയി. ആ അഞ്ചാമത്തെ ലൊക്കേഷനിലുള്ള വാല്യൂ 66.6 തന്നെയാ. അപ്പോ അത് കണ്ടുപിടിച്ചു. ആ മിഡ് എപ്പോഴാ വരുന്നത്? ഏത് പകുതി എടുക്കുമ്പോഴും മിഡ് വരുന്നത് ടാർഗറ്റ് ആണെങ്കിൽ നമ്മൾ കണ്ടു റിട്ടേൺ ആ മിഡ് റിട്ടേൺ ചെയ്യും. ഓരോ പ്രാവശ്യം പപ്പാതി നോക്കുക ചെയ്യും. അപ്പൊ ഓരോ പ്രാവശ്യം മിഡ് വരുമ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ റിട്ടേൺ ആ മിഡ് ലൊക്കേഷൻ റിട്ടേൺ ചെയ്യും. ഇവിടെ നമ്മൾ 30ന്റെ കേസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ +1 കൂട്ടുകയും -1 കുറയ്ക്കുകയും ചെയ്യുമ്പോൾ ലോ ഒരെണ്ണം കൂടും. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ വൈൽ ലൂപ്പിന് പുറത്തു പോകും. പുറത്തു പോകുമ്പം ആ റിട്ടേൺ -1 വരും. അങ്ങനെ വന്നാൽ ആ എലമെന്റ് കണ്ടില്ല എന്ന് പറയും. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ഈ 34 മുതലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞില്ല. അവിടെ നോട്ട് ഈക്വൽ ടു -1 ആണെങ്കിൽ എൽസിൽ പോയിട്ട് നമ്മൾ കണ്ടുപിടിച്ച ആ ടാർഗറ്റ് ലൊക്കേഷൻ അത് പ്രിന്റ് ചെയ്യും അല്ലെ. അത് ഫൗണ്ട് എന്ന് പറയും. ആ ലൊക്കേഷൻ പ്രിന്റ് ചെയ്യും. എലമെന്റ് സെർച്ച് ടാർഗറ്റ് നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ ആ ഇൻഡെക്സും പറയും. ഇൻഡെക്സ് പറയും, സെർച്ച് ടാർഗറ്റ് പറയും, ഇന്ന ഇൻഡെക്സിലെ കണ്ടതെന്ന് പറയും. അതാണ് 35ൽ ചെയ്യുന്നത്. അതില്ലെങ്കിൽ ഈ തന്ന നമ്പർ അതായത് 30.0 നോട്ട് ഫൗണ്ട് എന്ന് പ്രിന്റ് ചെയ്യും. ഇതാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ഇത് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇല്ലെങ്കിൽ ചോദിക്കാം കമന്റിലോ എൻ്റെ വാട്സപ്പ് നമ്പറിലോ 9495209822. ഇതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ. അതിൽ ചോദിക്കാം. ഞാൻ വേണമെങ്കിൽ എവിടെയെങ്കിലും കൊടുത്തേക്കാം. അതിൽ ചോദിക്കാം, അല്ലെങ്കിൽ കമന്റ് ചെയ്യാം. ഇത് ബൈനറി സെർച്ച് മനസ്സിലായി എന്നാണ്
എന്റെ വിശ്വാസം. ഇത് ആ പപ്പാതി എടുക്കുക, ഓരോ സ്റ്റെപ്പിലും പകുതിയാകുന്നു, ആ മിഡുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നു. ഇതാണ് അവിടെ ചെയ്യുന്നത്. ഇതിന്റെ ഒരു എഫിഷ്യൻസി പറഞ്ഞു, മില്യൺ ആകുമ്പോൾ 20 കമ്പാരിസണിൽ കാര്യം ചെയ്യും. എനിക്ക് ഇത് പറയുമ്പോൾ നമ്മളുടെ ഒരു GS പ്രദീപോ അങ്ങനെയുള്ള ഒരാളുണ്ട്, കൈരളിയില് റിവേഴ്സ് ക്വിസ് നടത്തിയിരുന്ന ആൾ. അപ്പൊ ആ ലോകത്തുള്ള എല്ലാ വിജ്ഞാന ശാഖയും ഇതേപോലെ ഒരു കമ്പാരിസണിൽ പകുതിയാക്കുക ചെയ്യും, അല്ലെങ്കിൽ വളരെ വലിയ അളവിൽ എലിമിനേറ്റ് ചെയ്ത് കൊണ്ടുവരിക ചെയ്യും. ആ റിഡക്ഷൻ ലോജിക്ക് ഓരോ ടോപ്പിക് പറയുന്നു, റെഡ്യൂസ് ചെയ്ത് വരിക ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ ഇവിടെ പപ്പാതിയാക്കുക ചെയ്യും. ഓക്കെ, യെസ്. അപ്പോൾ നമസ്തേ, എൻ്റെ നമ്പർ ഇട്ടേക്കാൻ ഞാൻ ആ കമ്പനിയിൽ അല്ലെ കമന്റ് ചെയ്യാം. എന്തെങ്കിലും പറയണമെങ്കിൽ ഒന്നുകൂടെ പറയാം, അല്ലെങ്കിൽ വാട്സപ്പിൽ ചോദിച്ചാലും മറുപടി പറയാൻ പറ്റും. ഓ താങ്ക് യു. ഞാൻ നിർത്തുകയാണ്. അടുത്തത് ആ സോർട്ടിംഗ് ടെക്നിക്സും കൂടെ പറയാം. ഇതിനനുസരിച്ച് താരതമ്യേന എളുപ്പമാണ്.